നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം സ്റ്റാർസ് ചാറ്റിങ്ങിലേക്ക്. സാധാരണ നമ്മൾ ഒരു മലയാള നടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാതരതയുടെ ഒരുപാട് ഭാവം കാണും. പക്ഷേ ജ്യോതിർമയുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് ആദ്യം തെളിയുന്നത് ബുദ്ധിയുടെ സൗന്ദര്യമാണ്. വളരെ ഷാർപ്പാണ് ഫേസ്. അത്ര പെട്ടെന്ന് കബളിപ്പിക്കലുകൾക്ക് കീഴടങ്ങാത്തൊരു ഭാവം. എന്നാൽ അവർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ, പ്രത്യേകിച്ചും പട്ടാളം പോലുള്ള ചില സിനിമകളിലെ കഥാപാത്രത്തെ ശ്രദ്ധിച്ചാൽ തീർത്തും ഗ്രാമീണയായ പെൺകുടിയുടെ ഭാവം. ഒരു ഗ്രാമീണ പെൺകുടിക്ക് മുഖത്ത് ബുദ്ധി കൂർമ്മതയ്ക്ക് പകരം ശാലീന സൗന്ദര്യത്തിൻ്റെ ഭാവമാണ് ഉണ്ടാവുക. എങ്ങനെ മുഖത്തെ ഈ ഭാവവും അന്തർലീനമായ മനസ്സിൻ്റെ ഭാവവും ഒരുമിപ്പിക്കാൻ ഈ നടിക്ക് സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇന്നവർ നമ്മോടൊപ്പമുണ്ട്. വേണു നാഗവള്ളി ഒരുപാട് കാലത്തിന് ശേഷം എടുത്ത സുഹൃത്ത് എന്ന സിനിമയിൽ അഭിനയിക്കുവാൻ തിരുവനന്തപുരത്തെത്തിയതാണ്. സ്വാഗതം താങ്കൾക്ക് സ്റ്റാർസ് ചാറ്റിങ്ങിലേക്ക്. ഞാൻ പറഞ്ഞതുപോലെ ഈ രണ്ട് എക്സ്പ്രഷനുണ്ട് താങ്കളുടെ ഫേസിൽ പലപ്പോഴും നോക്കിയാൽ. ശരി, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, എങ്ങനെയുണ്ട് സുഹൃത്ത്? സുഹൃത്ത് നന്നായി പോകുന്നു. എങ്ങനെയുണ്ട് എന്ന് അതിൽ അഭിനയിക്കുന്നവരോട് ചോദിക്കുന്ന ഒട്ടും ശരിയായൊരു ചോദ്യമല്ല. അല്ല, ഒരുപാട് നാളിന് ശേഷം വേണു നാഗവള്ളിയുടെ ഒരു പടത്തിലാണ്. അതെ, എൻ്റെ ആദ്യത്തെ പടമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. എല്ലാവരും ഇപ്പം ഇങ്ങനൊരു പ്രോജക്റ്റ് വരുന്നു, അതിനെ പറ്റിയിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ പറയുമ്പോൾ തന്നെ പലരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. എന്താ അതിലെ ക്യാരക്ടർ? എന്താണ് അതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ 3 കപ്പിൾസിൻ്റെ 3 ദമ്പതികളുടെ കഥയാണ്. അതിൽ എൻ്റെ ക്യാരക്ടർ, എൻ്റെ പേരായിട്ട് വിജയ് മേനോനാണ്. ഇതൊരു മോഡേൺ വൈഫായിട്ടാണ്. 3 വ്യത്യസ്തമായ ഭർത്താക്കന്മാരും 3 വ്യത്യസ്തമായ ഭാര്യമാരും. അതെ, അതിനകത്ത് എൻ്റെ ക്യാരക്ടർ വന്ന് കുറച്ച് മോഡേൺ ആയിട്ടുള്ളൊരു വൈഫ്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നടക്കുന്ന കാര്യമാണ് അല്ലേ? നമ്മൾ റിസൾട്ട് ജനങ്ങളിലാണ് മുഴുവനും ഇരിക്കുന്നത്. തീർച്ചയായും. പക്ഷെ ഒരു നടി എന്ന നിലയിൽ ജ്യോതിർമയി മലയാളി അറിഞ്ഞു തുടങ്ങിയത്, സത്യത്തിൽ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്, വളരെ ആക്റ്റീവായിട്ട് അറിഞ്ഞു തുടങ്ങിയത് ഈ മീശമാധവൻ എന്ന സിനിമയിലൂടെയാണ്. ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശമാധവൻ. സത്യത്തിൽ ആ സിനിമ ഒരു ചരിത്രം തന്നെയായിരുന്നു. മലയാളത്തിൽ ഒരുപാട് പേർക്ക് അവരുടെ ദിശ മാറ്റിവിട്ട. ദിലീപിനൊരു വലിയ മാറ്റമായിരുന്നു, അതുപോലെ തന്നെ കാവ്യമാധവന് മാറ്റമായിരുന്നു, എന്തിന് ലാൽ ജോസിന് പോലും വലിയ മാറ്റമാക്കിയ സിനിമ. ജ്യോതിർമയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ ഒരു വഴിത്തിരിവായി എന്ന് പറയാം അല്ലേ? ആളുകൾ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ചിങ്ങമാസത്തിലൂടെയാണ്. പാട്ടും അത്രയ്ക്ക് ഹിറ്റായി. അതെ, ഡെഫിനറ്റ്ലി ആ പാട്ട് തന്നെയാണ് ആളുകൾ. ഞാൻ ബാക്കി പൈലറ്റ്സ് ചെയ്തിട്ടും ഇഷ്ടം ചെയ്തിട്ടും ആളുകൾ ഇഷ്ടം 7 തവണയൊക്കെ കണ്ട ആളുകൾ ചോദിക്കുന്നത്, ജ്യോതി ഇതിനകത്തുണ്ടോ? അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ ചോദിക്കും, എനിക്ക് ഈശ്വര എന്തിനായിരുന്നു ചെയ്യാൻ പോയത്. നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. നമ്മൾ ചെയ്തിട്ടും അത് ആളുകൾ റെക്കഗ്നൈസ് ചെയ്ത് പോലും ഇല്ല. പക്ഷേ ചിങ്ങമാസം ഒരൊറ്റ സോങ് എല്ലാ കുട്ടികളും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു. എല്ലാവർക്കും നമ്മളോട് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം. അതൊക്കെ ആ സോങ് തന്നെയാണ്. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം സംവിധായകൻ്റെ പങ്ക് വളരെ വ്യക്തമായിട്ട് മലയാള സിനിമയിൽ അതുണ്ട്. കാരണം സംവിധായകനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ. മറ്റു പല ഭാഷകളിലും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. ഏതെങ്കിലും ഒരു സൂപ്പർ താരത്തിൻ്റെയോ മെഗാ താരത്തിൻ്റെയോ ഒക്കെ ഇടപെടലുണ്ടാകും. പക്ഷേ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആർട്ടിസ്റ്റാണ്, സംവിധായകൻ്റെ ഉപകരണങ്ങളാണ്. ജ്യോതിർമയിയെ സംബന്ധിച്ചിടത്തോളം ലാൽ ജോസ് എന്ന സംവിധായകൻ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിരിക്കണം. ഒരു അഭിനേത്രി എന്ന നിലയിൽ വളരെ പക്വതയുള്ള ഒരു നടിയായിട്ട് അഭിനയിക്കാൻ ഒരുപക്ഷെ താങ്കൾക്കൊരു വഴിത്തിരിവുണ്ടാക്കിയത് ലാൽ ജോസിനെ പോലുള്ള സംവിധായകരുടെ കൂടെ അഭിനയിച്ചതിന് ശേഷമായി. എന്താണ് ടോട്ടാലിറ്റിയിൽ ലാൽ ജോസിനെ താങ്കൾ കാണുന്നത്? ഓ മൈ ഗോഡ്, ഒരു മിസ്റ്ററി തന്നെയാണ്. ഹീസ് എ മിസ്റ്ററി മാൻ. ഐ തിങ്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക, എന്താണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈവൻ ഇപ്പം എന്തെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ പുള്ളിയുടെ ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, ഭയങ്കര വിറ്റിയായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഡയലോഗ്സ് ഒക്കെ ആയിരിക്കും പുള്ളി പറയാം. സോ ഐ തിങ്ക് ഹീസ് ക്വൈറ്റ് അൺപ്രെഡിക്റ്റബിൾ. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് മീശമാധവൻ? അത് ഏതാണ്ട് പാലക്കാട് തനി ഗ്രാമപ്രദേശത്ത് പൊള്ളാച്ചി അങ്ങനെ ആ ബോർഡറിലൊക്കെ ആയിരുന്നു, മങ്കരയിലൊക്കെ ഷൂട്ട്. ഒരു ലൊക്കേഷൻ കവറിങ്ങിന് അവിടെ വന്ന അനുഭവം ഉണ്ട് എനിക്ക്. എങ്ങനെയായിരുന്നു മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ്? മീശമാധവൻ ചെയ്യുമ്പം എഗെയിൻ എനിക്ക് അങ്ങനെ ഒരു ഫിലിം ഫീൽഡിനെ പറ്റിയിട്ട് വലിയ ഒരു ഇതില്ല, ഒരു വലിയൊരു ഫ്രണ്ട് സർക്കിളും അങ്ങനെയൊന്നും ഇല്ലാതെ. പക്ഷേ ദിലീപ് ഏട്ടനെ അറിയാം, ലാൽ സാറിനെ അറിയാം. അങ്ങനെ ഒരു
ഓക്കെ ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ. പക്ഷെ അവർക്ക് എനിക്ക് ഇത്രയും എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ ഒരു വിശ്വാസം എന്നിൽ തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ വിശ്വാസം ദിലീപേട്ടനും അതുപോലെ ലാൽ സാറിനും ആയിരുന്നു എന്നിൽ. അപ്പം ഞാൻ വിചാരിക്കാം ജ്യോതിക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഫുൾ ഇതായിരുന്നു, സപ്പോർട്ടായിരുന്നു. ചെയ്യാൻ പറ്റും, എന്തായാലും ചെയ്യൂ, ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വഴിയും കുറേ നിഴലുകളും എന്ന് പറഞ്ഞ് അതെ രാജലക്ഷ്മിയുടെ അതെ ആ നോവൽ എഗെയിൻ അത് ഒരു ഷോർട്ട് ഫിലിം ആക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓഫർ വന്നത്. സോ അത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അത് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡേറ്റ്സ് ഇതിൻ്റെ ഡേറ്റ്സ് അത് ചെയ്യണോ വേണ്ടയോ. പക്ഷേ അത് ജോൺ പോൾ അങ്കിളായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ജോൺ പോൾ അങ്കിളിനെയൊക്കെ വിളിച്ചിട്ടാണ് ദിലീപേട്ടൻ ജ്യോതി ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ഒന്ന് വിടുവോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ തന്നെയാണ് അതിനൊരു ഇനീഷ്യേഷൻ എടുത്തത്. അന്യർ എന്ന ചിത്രത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വളരെ ഇൻ്റലക്ച്വലായ ഒരു കഥാപാത്രത്തെ സുന്ദരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു താങ്കൾ. ഓക്കെ, ബിജു മേനോന്റെ കാമുകി എന്ന് വേണമെങ്കിൽ പറയാം, സുഹൃത്തെന്ന് പറയാം, അല്ലേ, എന്ത് വേണമെങ്കിലും. ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് എക്സ്പ്രസ്ഡ് ആയി ഫേസിൽ. ഞാൻ പറഞ്ഞത് അപ്പം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം. അതായത് ഒരു നടിയുടെ ഫേസിൽ ഒരു ഭാവം എപ്പോഴും ഉണ്ടാവും. അപ്പം അത് ഒരു പക്ഷേ ചിലർക്ക് സൗന്ദര്യത്തിന് അപ്പുറമാവും, ചിലർക്ക് സൗന്ദര്യത്തിൻ്റെ താഴെ നിൽക്കും. അപ്പോൾ താങ്കളുടെ ഫേസിൽ ഈ പറയുന്ന ഒരു തരം ഷാർപ്പ്നെസ് കണ്ടിട്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ലെനിൻ രാജേന്ദ്രൻ അത്തരം ഒരു കഥാപാത്രത്തെ അന്യരിൽ തന്നത്. അറിയില്ല കേട്ടോ, ഞാൻ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അറിയില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു കഥാപാത്രം റസിയ ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റ്, അതും ഒരു മുസ്ലിം ക്യാരക്ടർ, കുറേ പ്രശ്നങ്ങൾ, കുറേ ഇഷ്യൂസ് ആ സിനിമയിൽ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്താ പറയുക, ഒരു വളരെ ചാലഞ്ചിങ് ആയിട്ട് ഞാൻ തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ ഈ ആക്ടിങ് പ്രൊഫഷൻ തുടങ്ങിയ കാലത്ത് തന്നെ എനിക്ക് വളരെ ചാലഞ്ചിങ് ആയി കിട്ടിയ ഒരു വൺ ഓഫ് ദി ക്യാരക്ടേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കഥാപാത്രമാണ്. അല്ല, പക്ഷേ അഭിനയത്തിൻ്റെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് അത് വന്നത് എങ്കിൽ പോലും ഇന്ദ്രനീലം എന്ന സീരിയൽ കാണുമ്പോൾ താങ്കൾ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ് താങ്കൾക്കുണ്ട് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇന്ദ്രനീലം എക്സ്പീരിയൻസ്? ഫസ്റ്റ് ആണല്ലോ. അതെ, ഇന്ദ്രനീലം, യെസ്. പക്ഷേ ഇന്ദ്രനീലത്തിന് മുമ്പ് തന്നെ ഞാൻ ഈ ആക്ടിങ്ങിലേക്ക് വരുന്ന പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ആക്ടിങ്ങിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്ന് ഞാൻ ഒരു തീരുമാനത്തിലെത്തിയ സമയം എന്ന് പറയുന്നത് ജൂഡ് അട്ടിപ്പേറ്റി എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ കൂടെ അവസ്ഥാന്തരങ്ങൾ എന്നൊരു സീരിയൽ ചെയ്തു. 26 എപ്പിസോഡ് എൻ മോഹൻ സാറിൻ്റെ ഒരു ചെറുകഥയെ ബേസ് ചെയ്തിട്ടുള്ള അവസ്ഥാന്തരങ്ങൾ ചെയ്തതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഡിസിഷൻ ഓക്കെ. മറ്റേത് ഞാൻ വേണോ വേണ്ടയോ, പലരും സിനിമയിലേക്കും സീരിയലിലേക്കൊക്കെ ക്ഷണിക്കുമ്പോൾ പോലും ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇതെനിക്ക് പറ്റില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഓക്കെ. അല്ല, എന്ത് പറ്റില്ല എന്നൊരു തോന്നൽ വരാൻ? ഞാൻ ഒരിക്കൽ പോലും നാടകത്തിലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. ഞാൻ വളരെ ഷൈ ആയിട്ട്. മലയാളത്തിലെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറിൽ ഒരാളായ മോഹൻലാൽ നാടകം അഭിനയിച്ചിട്ടില്ല മുമ്പ് സജീവമായിട്ട്. പക്ഷെ അദ്ദേഹം സ്കൂളിലും കോളേജിലൊക്കെ കുറച്ച് പ്രകടമായി ഒരു നാടകം എന്നൊക്കെ പറയുന്ന തരത്തിലൊന്നും അല്ല, അങ്ങനെയല്ല. എങ്കിലും ഇത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഈ കോയി ഡാൻസ് ഗ്രൂപ്പ് ഡാൻസിന്റെ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള, ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു വളരെ എന്താ പറയാ, ഞാൻ ഉണ്ട് എന്ന് പോലും അറിയില്ല അവിടെ. അങ്ങനെ ഒരു ഭയങ്കര അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും. ഞാൻ അത്രയും ഒരു ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റോ അങ്ങനെ ഒരു ഭയങ്കര എന്താ പറയുക ഒരു ആക്റ്റീവ് സ്റ്റുഡൻറ്റോ ഒന്നും ആയിരുന്നില്ല. അതിനുശേഷം അപ്പോൾ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ. അന്ന് ഇന്ദ്രനീലം സീരിയൽ കാണുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ നടിയുടെ എക്സ്പ്രഷൻ വളരെ മെച്യൂർഡാണ്, ഇത്തരം ഒരു ക്യാരക്ടറിന് പറ്റുന്ന തരത്തിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത്തരം ഒരു പശ്ചാത്തലമുള്ള ഒരാൾക്ക് പെട്ടെന്ന് എങ്ങനെയാണ് നാണയം മറിച്ചു വെച്ചതുപോലെ ആക്ടിങ്ങിൽ ഇത്രയേറെ ടാലൻറ്റഡ് ആകാൻ സാധിക്കുന്നത്? അതൊരു മിസ്റ്ററി തന്നെയാണ് കേട്ടോ. അത് ഞാനും ആലോചിക്കാറുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര ഒരു സിനിമ ആസ്വാദക ഒരു കുടുംബം അങ്ങനെയൊന്നും അല്ല. എന്നെ സിനിമയ്ക്കൊന്നും കൊണ്ടുപോയിട്ട് പോലും ഇല്ല. ചെറുതിലെ ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാ സിനിമകൾ കാണാൻ കൊണ്ടുപോകും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടേ ഇല്ല. സ്ട്രിക്റ്റ് ആയിരുന്നു വീട്ടുകാരെ? സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ അതെ അതെ, ഇല്ല അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഫാമിലിയേ അല്ല. പക്ഷേ എന്താ ഒരു അങ്ങനെ ഒരു ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദാറ്റ്.
സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഒരു അല്ലേ സിനിമ കണ്ടാൽ കണ്ടു, അല്ലാണ്ട് എല്ലാ സിനിമയും പോയി കാണാം അങ്ങനെയൊന്നുമില്ല. അത് നമുക്ക് ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ കാണും, അങ്ങനെയൊക്കെ ഉള്ളൂ. ഒരു വളരെ നോർമൽ ഒരു കുട്ടിയായിരുന്നു. ജ്യോതിർമയിയുടെ ഈ സീരിയലും അതുപോലെ തന്നെ സിനിമയ്ക്ക് മുമ്പുള്ള ആക്ടിങ്ങിന് ശേഷം വരുന്നത് രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത പൈലറ്റ്സ് എന്ന ചിത്രത്തിലായിരുന്നു. അതെ, ശരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? കാരണം സീരിയലിൽ നിന്നൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ സ്ക്രീനാണ് സിനിമ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ആക്ടിങ് പാടെ ഡിഫറെൻ്റ് ആയിരിക്കും, അവിടുത്തെ ചിട്ടകളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അതിൽ സുരേഷ് ഏട്ടൻ്റെ സിസ്റ്ററിൻ്റെ റോളാണ് ചെയ്തിരിക്കുന്നത്. ആ സിനിമയിലേക്ക് വരാനുള്ള മെയിൻ കാരണം തന്നെ സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടൻ എന്നെ വിളിക്കുകയും ഇതുപോലൊരു ക്യാരക്ടറുണ്ട് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞ് ഫോൺ കോളിലൂടെയാണ് വിളിക്കുന്നത്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്നെ പറ്റിക്കുകയായിരിക്കും, കാരണം ഞാൻ ഫിലിമിലൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചു, എന്നെ എന്തെങ്കിലും പറ്റിക്കാൻ വേണ്ടി. സോ അപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നില്ല സുരേഷ് ഏട്ടൻ തന്നെയാണ് എന്നെ വിളിക്കുന്നതെന്ന്. അങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ച ശേഷമാണ് ഓക്കെ പുള്ളി പറഞ്ഞു ഇല്ല ജ്യോതി ഒരു ജസ്റ്റ്. അപ്പോഴും എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു, വേണോ വേണ്ടയോ, ഈ ഫിലിം നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പിന്നെ ആരും എൻ്റെ ഫാമിലിയിൽ നിന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫിലിം ഫീൽഡിൽ ആരും ഇല്ല. സോ എനിക്ക് അതിനെപ്പറ്റി ഒരു കൺഫ്യൂഷനായിരുന്നു. നമ്മൾ എൻ്റെ അങ്കിൾമാരത്തും നമ്മൾ ബാക്കിയുള്ളവരോടൊക്കെ ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വേണോ, അവർക്കും ഒരു കൺഫ്യൂഷൻ. ബേസിക്കലി നമുക്ക് അറിയില്ലല്ലോ, ഈ അറിയാത്ത ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഒറ്റ ദിവസമേ ഉള്ളൂ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട, ഇതൊറ്റ ദിവസമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒറ്റ ദിവസത്തെ ഷൂട്ട് അങ്ങനെ വന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ആദ്യം ക്യാമറ അങ്ങനെ തൊഴണം, അങ്ങനെയൊക്കെ ഉണ്ട്, ആദ്യം തന്നെ ചിട്ടകളുണ്ട്. ആ ചിട്ടകളൊന്നും ഫോളോ ചെയ്യും, നമ്മുടെ ഫാമിലിയിലും അങ്ങനെ ഒരു ചിട്ടകളൊന്നും ഫോളോ ചെയ്യാത്തൊരു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും അറിയും പോലും ഇല്ല, ആരും പറഞ്ഞു തരാനുമില്ല. പലരും വിചാരിച്ചത് ഞാൻ അവിടെ ഓൾറെഡി കുറേ എന്തെങ്കിലുമൊക്കെ സിനിമ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ വന്ന ഒരാളായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ ആളുകളൊക്കെ എന്നെ ഇങ്ങനെ ഒരു അഹങ്കാരി. ബേസിക്കലി എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമുക്ക് പറഞ്ഞു തരാനും അങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ എന്നൊക്കെ ഉള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട് ആദ്യം തന്നെ എൻ്റെ ചീറ്റിപ്പോയി. ആദ്യം തന്നെ പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി മേലാൽ ഈ പരിപാടിക്കില്ല ഞാൻ. അല്ല എന്നാലും പറഞ്ഞു തന്നില്ലേ ഇത് ക്യാമറയൊക്കെ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഇത്രയൊന്നും പ്രശ്നമില്ല എന്ന് പിന്നെ ആരും പറഞ്ഞു തന്നില്ല. ഇല്ല, അത് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞു എല്ലാം കഴിഞ്ഞു, ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പം പകുതിയോളായി ക്യാമറയിൽ തൊട്ട് അങ്ങനെ ഒരു ആചാരമുണ്ട് അവസാനം. അപ്പം എന്താ ഈ നമുക്ക് മനസ്സിൽ തട്ടി ചെയ്യാണ്ട് വെറുതെ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നുക. അതെ, യാന്ത്രികമായിട്ട് ഞാൻ എന്നിട്ട് പോയിട്ട് പോയിട്ട് ക്യാമറയിൽ ഇപ്പോൾ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ ചെയ്യാതിരിക്കേണ്ടെന്ന് വെച്ചിട്ട് ആദ്യം പോയിട്ട് അവർ മൂടി വെച്ചിരുന്ന ക്യാമറ അങ്ങനെ ഭയങ്കര എനിക്കെന്നെ ചിരി വരാം. അതോടുകൂടി ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ശരിയാവില്ല, ഇത് എനിക്ക് ഒട്ടും പറ്റാത്ത ഫീൽഡാണ്, ഞാൻ പോവുകയാണ് ഇനി. ഞാൻ ഒരിക്കലും പിന്നെ പലരും എന്നെ ഓഫർ തന്നാൽ പോലും ഞാൻ ആ ഭാഗത്തേക്കേ ഞാൻ പോവില്ല. പക്ഷേ അതിന് ശേഷമാണ് ഈ അവസ്ഥാന്തരങ്ങൾ വന്നതും. ദെൻ ഐ തോട്ട് ഓക്കെ ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ. അവസ്ഥാന്തരങ്ങളിൽ എന്തായിരുന്നു സംഭവിച്ചത്? ആക്ടിങ് അവസ്ഥാന്തരങ്ങൾ ഇന്ദു എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. അതിനകത്ത് അവസ്ഥാന്തരങ്ങൾ വന്നപ്പോൾ വീണ്ടും ഈ ബോറടിച്ച മനസ്സിനെ വീണ്ടും സിനിമയിലേക്ക് അത് തിരിച്ചു വിളിച്ചല്ലോ. അതിനെന്ത് ആണ് അവസ്ഥാന്തരം തന്നത്? എനിക്ക് തോന്നുന്നു മേ ബി ദ ഹോൾ ടീം. അവസ്ഥാന്തരങ്ങളിൽ ജൂഡ് അട്ടിപ്പേറ്റി, അതുപോലെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സഞ്ജു ബോബി, അതിൻ്റെ പ്രൊഡ്യൂസർ കറിയാച്ചൻ അങ്കിൾ, അങ്ങനെ ഒരു ഹോൾ ടീം ഉണ്ടായിരുന്നു. അതിൻ്റെ ക്യാമറാമാൻ, അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഹോൾ ടീം ചില സമയത്ത് ചിലർ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുമല്ലോ. ആ ഹോൾ ടീം എന്നെ ഇൻസ്പയർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. മീശ മാധവന് ശേഷം നന്ദനം എന്ന സിനിമ സത്യത്തിൽ അതിനെ ഒരു കൊമേഴ്സ്യൽ ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതല്ല, സിനിമയുടെ കഥ പറച്ചിലിൻ്റെ രീതി, ഇമേജറികൾ കൊണ്ടുവരുന്ന സുഖം, ഇതെല്ലാം ഈ പറയുന്ന നന്ദനത്തിൽ രഞ്ജിത്ത് എന്ന സംവിധായകൻ കൊണ്ടുവന്നു. ഒരു പക്ഷേ ഡ്രാമ സ്കൂളിൻ്റെയൊക്കെ അനുഭവമായിരിക്കണം രഞ്ജിത്തിനെ കൊണ്ട് പുതിയ ഇമേജറികൾ ഫലപ്രദമായ വിധത്തിൽ ഇഴുകി ചേർക്കാൻ ഈ ചിത്രത്തിൽ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ അതിലെ ഗ്രാമവിശുദ്ധി പോൽ നിൽക്കുന്ന ഈ പെൺകുടിയെ, ഈ താങ്കളുടെ കഥാപാത്രത്തെ പ്രേക്ഷകർ മറക്കില്ല. പൊതുവേ ദിലീപിൻ്റെ ചിത്രങ്ങളിൽ ഈ പുതിയ ഒരു ആക്ട്രസ്സൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് ശരിക്കും നമ്മൾ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഒരു ചിട്ടയും അറിഞ്ഞുകൂടാത്ത ഒരു പെൺകുട്ടിക്ക് ആകെ പതറിപ്പോവും, ഈവൻ ആണായാൽ പോലും. പക്ഷെ അപ്പം കുറച്ചൊരു ഇൻസ്പിറേഷൻ തരുന്നു ഏതൊക്കെയോ തലത്തിൽ നിന്നുകൊണ്ട് കിട്ടുന്നുണ്ട് അങ്ങനെ സംഭവങ്ങൾ വരുന്നു. അതുപോലെ ലെനിൻ രാജേന്ദ്രൻ്റെ ഒരു ചിത്രം അന്യർ
തീർത്തും വ്യത്യസ്തമാണ്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം വളരെ ഇൻട്രോവർട്ടാണ്, സംസാരിക്കുന്ന വളരെ കുറവ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ വേളയിൽ പലപ്പോഴും താങ്കൾക്ക് ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നോ വ്യക്തമായും? പ്രത്യേകിച്ച് അന്ന് അങ്ങനെയുള്ള സമകാലീന പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, പലയിടത്തും കലാപങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഒരു ജേർണലിസ്റ്റിനെ തീർച്ചയായിട്ടും താങ്കൾക്ക് മനസ്സിൽ കാണാം, സീരിയലിലൊക്കെ അഭിനയിച്ചതും കൂടെയാണ് ഇല്ലേ? അങ്ങനെ എന്തൊക്കെ സഹായങ്ങളാണ് കിട്ടിയിട്ടുള്ള ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ? ആ ക്യാരക്ടർ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറഞ്ഞു തന്നത് ആ ലൊക്കേഷനിൽ വെച്ചിട്ടല്ല. 1 മണിക്കൂർ അദ്ദേഹം എനിക്ക് ഫോണിലൂടെയാണ് ആ ക്യാരക്ടറിനെ പറ്റി ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അതിനുശേഷം ആ ലൊക്കേഷനിൽ വന്നു, സ്ക്രിപ്റ്റിനെ പറ്റി ഇങ്ങനെ റസിയനെ കുറിച്ച് പറഞ്ഞു. കുറേയൊക്കെ കഴിയുമ്പോൾ നമുക്ക് എനിക്ക് എൻ്റെ ഇതാണ് അതൊരു എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അത് ശരിയായ രീതിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ചില സമയത്ത് മിക്ക കഥാപാത്രങ്ങളും ഞാൻ ഐ ട്രൈ ടു റിലേറ്റ് ഇറ്റ് വിത്ത് എനിക്കറിയുന്ന മനസ്സിൽ നമ്മൾ ഒരു മോഡലിനെ സങ്കല്പിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു കുറേ അങ്ങനെ എനിക്കറിയുന്ന കുറേ കഥാപാത്രങ്ങൾ ശരിക്കുള്ള ജീവിതത്തിലെ ആളുകൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അഭിനയത്തിലൂടെ അല്ലാതെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിൽ വളരെ വിഷമമുണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ പലപ്പോഴും പല സിനിമകളിലും കാണാറുണ്ട്. അതിലൊരു വലിയ എക്സാമ്പിളാണ് കല്യാണരാമനിലെ താങ്കളുടെ കഥാപാത്രം. വളരെ പെട്ടെന്ന് താങ്കൾക്ക് മംഗല്യ ഭാഗ്യം കിട്ടുന്നു, പക്ഷേ പൊടുന്നനവേ തന്നെ താങ്കൾ മരിച്ചു പോകുന്നു, അതും ഒരു ദുർവിധിയാൽ. അത്തരം ഒരു കഥാപാത്രം ഒരിക്കലും അത് എത്ര ഷോർട്ട് പീരീഡിലാണെങ്കിൽ പോലും പ്രേക്ഷക മനസ്സിൽ നിന്ന് മായില്ല. അത് മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട് മലയാളിയുടെ. അതിനനുസരിച്ച് താങ്കൾ അത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. തീർത്തും മറ്റൊരു കഥാപാത്രം തന്നെയല്ലേ കല്യാണരാമൻ. ജ്യോതിർമയും ഒത്തുള്ള സ്റ്റാർസ് ചാറ്റിംഗ് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടക്കവും അതുപോലെ തന്നെ സിനിമകളിലേക്കുള്ള അവരുടെ ശ്രദ്ധയുമൊക്കെ നമുക്കറിയാൻ സാധിച്ചു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ജ്യോതിർമയി എത്തുന്നു കൂടുതൽ അനുഭവങ്ങളുമായി. കാണാൻ മറക്കരുത്.